ഇപ്പോൾ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ 284 സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. അതായത് ഏകദേശം 51-52% മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഈ പോളിംഗ് ശതമാനം ഓരോ തവണയും കുറയുകയാണ്. വളരെയധികം ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു, പോളിംഗ് കൂട്ടണം, എല്ലാവരും വോട്ട് ചെയ്യണമെന്ന്. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു മത്സരമില്ല എന്നുള്ള തോന്നലാണോ ഇതിന് കാരണമായിരിക്കുന്നത്? അങ്ങനെയും വിലയിരുത്തലുകൾ ഉണ്ടല്ലോ. അങ്ങനെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? 284 സീറ്റിലെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 63% മണ്ഡലങ്ങളിലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി പകുതിയിൽ താഴെ 47% മണ്ഡലങ്ങളിൽ മാത്രമേ വോട്ടിംഗ് നടക്കാനുള്ളൂ. ഏറെക്കുറെ ഇന്ത്യയുടെ ഒരു പൾസ് അറിയാൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് ഇപ്പൊ പോളിംഗ് കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞതിന്റെ വികാരം എന്താണ്? 2014-ലും 2019-ലും നമ്മുടെ രാജ്യം കണ്ട ഒരു മോഡി വേവ്, അതിന് വിരുദ്ധമായിട്ട് മോഡിക്കെതിരെ, BJPക്കെതിരെ അതിശക്തമായ വികാരം രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് BJPക്കും മോഡിക്കും വലിയ പിന്തുണ കൊടുത്തിരുന്ന ഹിന്ദി സംസ്ഥാനങ്ങളിലും അതുമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലുമെല്ലാം അതാണ് ഒരു പ്രവണത എന്ന് ഏതാണ്ട് വ്യക്തമായി വന്നിരിക്കുകയാണ്. BJPയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള മസിൽ പവറും മണി പവറും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അധികാര രാഷ്ട്രീയത്തിലെയും ഇടപെടലുകൾ പൊളിയുന്നതും നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഹരിയാന, അവിടെ വ്യക്തമായിട്ട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്വതന്ത്രരെയും മറ്റും കൂട്ടുപിടിച്ചിട്ടാണ് അവർ പോയത്. അതിലുണ്ടായിരുന്ന JJP എന്ന് പറയുന്ന പാർട്ടി നേരത്തെ തന്നെ പിന്തുണ പിൻവലിച്ചു. 10 MLA അവർക്കുണ്ട്. സ്വതന്ത്രന്മാരിൽ 3 പേർ പിന്തുണ പിൻവലിച്ചു. ഇപ്പൊ അവർ ന്യൂനപക്ഷമായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 85 അംഗ ഹരിയാന നിയമസഭയിൽ ഇപ്പോ അവിടുത്തെ സൈനിക ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ല. BJPക്ക് വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ നോക്കൂ, നമ്മള് സമീപകാലത്തൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. BJP മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ നമുക്ക് പറ്റുമോ ശ്രീ VPP മുസ്തഫ? 3 MLA അവരുടെ അധികാരമോഹം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പിന്തുണ പിൻവലിക്കുന്നു എന്ന ഒരു കാരണമാണ് ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് 2019 ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പരുവപ്പെട്ടു വന്നതല്ലേ? അതിന് സമാനമായ രീതിയിൽ BJPക്കും NDA മുന്നണിക്കും എതിരായി ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഓരോരുത്തരുടെ വിലയിരുത്തലിൽ അവരവരുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഒരു തരംഗം ഉണ്ടായി വരുന്നു എന്നൊക്കെ പറയാം. എങ്കിൽ പോലും ഇതില് കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ? അവിടെ ഈ 3 പേർ അധികാരത്തിന്റെ പിന്നാലെയാണ് പോയത് എന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല മഞ്ജുഷേ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, നേരത്തെ BJPയുടെ പക്ഷത്തേക്ക് ഒരാൾ പോയാൽ കോൺഗ്രസിൽ നിന്നോ മറ്റു പാർട്ടികളിൽ നിന്നോ അവർ പണം കൊടുത്തോ പ്രകോപിപ്പിച്ചോ അവരുടെ പക്ഷത്തേക്ക് എത്തിച്ചാൽ അവര് പെട്ടെന്നൊന്നും അങ്ങനെ മാറിപ്പോകാറില്ല. ഇപ്പോ BJPക്ക് അവിടെ സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിൽ നിൽക്കുമ്പോഴാണ് JJP എന്ന് പറയുന്ന പാർട്ടിയെ അവരുടെ മുന്നണിയിൽ നിന്ന് പോയി പിന്നെ ഇതാ ഈ സ്വതന്ത്രരും പോകുന്നു. ഇന്നിപ്പോ സന്ദേശ് ഖാലിയിൽ സംഭവിച്ചത് എന്താ? പശ്ചിമ ബംഗാളിൽ അവിടെ ഈ സന്ദേശ് ഖാലിയിലെ കൂട്ടബലാത്സംഗ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി തന്നെ അവിടെ എല്ലാ യോഗങ്ങളിലും സന്ദേശ് ഖാലിയാണ് പ്രസംഗിക്കുന്നത്. അവിടെ പരാതി കൊടുത്ത 3 സ്ത്രീകളിൽ 2 പേർ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം ഉണ്ടാക്കാം. എങ്ങനെയാണോ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് മഹിളാ മോർച്ചക്കാരായിട്ടുള്ള സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിയത്, അതിന്റെ നേർവിപരീതമായിരിക്കാം. കാരണം BJPയുടെ മറ്റൊരു രൂപമായിട്ടാണല്ലോ അധികാരത്തെ തൃണമൂലം അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ BJPയുടെ ഒരു പ്രഭാവം അങ്ങോട്ട് കുറഞ്ഞു വരികയല്ലേ. നേരത്തെ അവർ തീരുമാനിച്ചാൽ ഒന്ന് നടക്കുമായിരുന്നു, ഇപ്പൊ അതങ്ങോട്ട് കുറവാണ്. ഇപ്പൊ അതായത് ഈ വിലയിരുത്തൽ വരുന്നതിന് കാരണം ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ അധികാരത്തിനൊപ്പം നിൽക്കുന്നവർ പതിയെ അതിൽ നിന്ന് വേർപെട്ട് വരുന്നു. അതുകൊണ്ട് രാജ്യത്തൊരു അധികാര കൈമാറ്റം നടക്കാൻ പോകുന്നു എന്ന ഫീലിംഗ് ഉണ്ടാകുന്നു. ഇതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ 284 സീറ്റിൽ പോളിംഗ് നടന്നപ്പോ അതിൽ 166 എണ്ണം സിറ്റിംഗ് BJPയുടേതാണ്, NDA മുന്നണിയുടേതാണ്. യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ, നിരീക്ഷകർ പറയുന്നത് ഇതിലൊരു 45 സീറ്റെങ്കിലും ഇപ്പൊ പോളിംഗ് കഴിഞ്ഞു. അതിൽ നിലവിലുള്ള BJPയുടെ സിറ്റിംഗ് 166 സീറ്റിൽ ഒരു 45 എണ്ണമെങ്കിലും അവർക്ക് നഷ്ടപ്പെടും. അതിനുള്ള പ്രവണതയാണ് ഇപ്പൊ പോളിംഗ് നടന്ന BJPയുടെ ഈ സിറ്റിംഗ് മണ്ഡലങ്ങളിലെ പ്രവണത വെച്ചിട്ട് പറയാൻ കഴിയുന്നത് എന്നുള്ളത് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ പറയുകയാണ്. അതുപോലെ ഈ ഗുജറാത്ത് 2014-ലും 19-ലും 26 സീറ്റും ക്ലീപ് സീലായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള മാധ്യമ നിരീക്ഷകരെല്ലാം പറയുന്നത്
ഗുജറാത്തിൽ ഇത്തവണ അങ്ങനെ പൂർണ്ണമായിട്ടും BJP-യുടെ കൂട്ട പോകില്ല, ഒരു 8 സീറ്റെങ്കിലും മാറും. അതിനുള്ള പ്രവണതകൾ അവിടെ കണ്ടു. BJP-ക്ക് അവിടെ വഡോദരയിലും മറ്റും അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഗുജറാത്ത് പോലെ ഒരു സ്റ്റേറ്റിൽ കൂടിയാണ് നോക്കണം. വഡോദരയിലും അതിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലും 2 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോ അവർക്ക് മാറ്റേണ്ടി വന്നു. ഇതൊന്നും സമീപകാലത്തെ BJP-യിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന പ്രവണത എന്താ എന്ന് മാത്രമല്ല, ഇനി നേരെ പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജിയിലേക്ക് പോയാലോ. നേരത്തെ 2014 വികാസ് പുരുഷ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അന്ന് ഓർമ്മയുണ്ടാവുമല്ലോ, നമോ ഫാൻ, അങ്ങനെ ഒരു പ്രത്യേകം സംഗതി തന്നെ രൂപപ്പെട്ടു വന്നു. നമോ ഫാൻ എന്ന് പറഞ്ഞിട്ട്, നരേന്ദ്രമോദി ഫാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വലിയ വൈബ് ഉണ്ടായി. 2019 ബൽക്കോട്ടും പുൽവാമയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള തീവ്ര ദേശീയത ഉപയോഗപ്പെടുത്തി. ഇത്തവണയും തുടങ്ങിയത് എങ്ങനെയാ? സബ്കെ സാത്ത് സബ്കെ വികാസ്, വികസിത് ഭാരത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ തുടങ്ങിയത്, നിങ്ങൾ ഓർക്കുമല്ലോ. പക്ഷേ 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തായി നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന്റെ രീതിശാസ്ത്രം? കടുത്ത വർഗീയതയിലേക്ക്. ഇന്നേ വരെ രാജ്യത്ത് ഒരു RSS നേതാക്കൾ വർഗീയത പ്രസംഗിച്ചിട്ടുണ്ട്. നേരത്തെ RSS-കാരനായ മോഡിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രധാനമന്ത്രി പദത്തിലിരുന്ന്, അതും 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരാൾ സബ്കെ സാത്തും സബ്കെ വികാസും വികസിത ഭാരതും എല്ലാം പറഞ്ഞ് മോഡി ഗ്യാരണ്ടിയുടെ ഈ വികസനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഇന്നിപ്പോ ഏറ്റവും തരം താഴ്ന്ന വർഗീയ വിഷയങ്ങളിലേക്ക് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മോഡിയെയും BJP-യെയും പിടികൂടിയ വേവലാതിയെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. വലിയ നിലയിലാണ് അവർ ഈ പരാജയത്തിന്റെ മുനമ്പിലുള്ളത്, അവർ തോൽവിയുടെ മുനമ്പിലുള്ളത്. ഈ 284 സീറ്റിൽ പോളിംഗ് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവണത വളരെ തീർച്ചയായിട്ടും ശരി ശരി ശ്രീ VP മുസ്തഫ, എന്തായാലും താങ്കളുടെ നിരീക്ഷണം അങ്ങനെയാണ്. ഒരു തോൽവി ബണക്കുന്നു, അതിന്മേലുള്ള പരിഭ്രാന്തി കൊണ്ടുള്ള പ്രചാരണങ്ങളിലെ ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്.